നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻസ് ആണ്. അതായത് നമ്മുടെ ഒരു സാമ്പിൾ സ്റ്റഡീൻ്റെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതിൽ നിന്ന് കൺക്ലൂഷൻസിലേക്ക് എത്തുക. ആ ഡാറ്റയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം, അത് പഠിക്കുന്നു, അന്ന് കൺക്ലൂഷൻസിലേക്ക് എന്ത് ചെയ്യുക, എത്തുക. അപ്പം അതിനെയാണ് ഒരു പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഇന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് എക്സാമിൻ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫറൻസുകൾ അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. അതിനെയാണ് എന്ത് വിളിക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് by which we draw conclusions about a population based on the samples drawn from population. പോപ്പുലേഷനിൽ നിന്ന് എടുത്ത സാമ്പിൾസിൽ നിന്ന് പോപ്പുലേഷനെ കുറിച്ചുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുന്നേ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്, എന്താണ് പാരാമീറ്റർ എന്ന്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാലും പാരാമീറ്റർ എന്താണെന്ന് പറഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോപ്പുലേഷൻ വാല്യൂസിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുക. വിച്ച് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഡിറൈവ്ഡ് ഫ്രം പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ മീൻ അഥവാ മ്യൂ എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആണ്. നേരെ മറിച്ച് നമ്മൾ സാമ്പിൾസ് നിന്ന് ഡ്രോൺ ചെയ്യുന്ന, സാമ്പിൾസ് നിന്ന് ഡിറൈവ് ചെയ്യുന്ന എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുക. അപ്പം സാമ്പിളിൽ നിന്നാണ് നമ്മൾ മീൻ കാണുന്നത്, അല്ലെങ്കിൽ സാമ്പിളിൽ നിന്ന് മീഡിയൻ കാണുകയാണ്, അല്ലെങ്കിൽ സാമ്പിളിൽ നിന്ന് വേരിയൻസ് കാണുകയാണെങ്കിലൊക്കെയാണ് അതെന്താണ്, അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് വിളിക്കുക. അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, അതുപോലെ പാരാമീറ്റർ എന്താണ് എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിന്ന് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അതായത് ഒരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്ന കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അപ്പോൾ അത് രണ്ട് തരത്തിലാണ്, രണ്ട് ബ്രാഞ്ചസ് ആണ് actually statistical inference എന്നുള്ളത്. The first branch is estimation and the other one is testing of hypothesis. എസ്റ്റിമേഷനും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, എസ്റ്റിമേഷൻ ഉണ്ട്, അതുപോലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഇനി എസ്റ്റിമേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇത്തരം കാര്യങ്ങളാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ച് ആയിട്ടുള്ള എസ്റ്റിമേഷനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് നോക്കാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ മെത്തേഡ് ബൈ വിച്ച് എ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ എസ്റ്റിമേറ്റഡ് ഫ്രം സാമ്പിൾ. സാമ്പിളിൽ നിന്ന് നമ്മളൊരു പോപ്പുലേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. സാമ്പിളിൽ നിന്ന് പോപ്പുലേഷന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിനെയാണ് എന്ത് വിളിക്കുക, എസ്റ്റിമേഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ അതിനു വേണ്ടി മൊത്തം ഡാറ്റ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്, ഇൻഫീസിബിൾ ആയിരിക്കും അല്ലെ. ഒരു പോപ്പുലേഷൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, അതായത് പോപ്പുലേഷന്റെ മീൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ പോപ്പുലേഷന്റെ മീൻ കാണാൻ പോപ്പുലേഷനിലെ എല്ലാ വാല്യൂസിനെയും ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പോപ്പുലേഷൻ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. പക്ഷെ അത് നോക്കുമ്പോൾ എന്തായിരിക്കും, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതി ആയിരിക്കും. അപ്പോൾ അത് ഇൻഫീസിബിൾ ആയിട്ട് മാറും. അപ്പോൾ അതിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിന്ന് കുറച്ച് സാമ്പിൾ എടുത്തിട്ട് അതിന്ന് എന്ത് കണ്ടുപിടിക്കുക, മീൻ കാണാൻ പറ്റും അല്ലെ. അപ്പൊ 10,000 ആളുകളുള്ള അല്ലെങ്കിൽ 10,000 എലമെന്റ്സ് ഉള്ള ഒരു പോപ്പുലേഷൻ ആണ്. അതിന് ഞാൻ 100 എണ്ണത്തിന്റെ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ വേണമെങ്കിൽ എന്ത് കാണാം, മീൻ കാണാം. അതായത് സാമ്പിൾ മീൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കാണാം, അത് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ സാമ്പിൾ മീൻ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു,
നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്തുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക, എസ്റ്റിമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ഒരു സാമ്പിൾ എടുക്കുന്നു, സാമ്പിൾ എടുത്തിട്ട് അത് സ്റ്റഡി നടത്തുന്നു, സാമ്പിളിൽ നിന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുന്നു, ആ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക, എസ്റ്റിമേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ there are two types of estimates. രണ്ട് തരത്തിലുള്ള എസ്റ്റിമേറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പോയിന്റ് എസ്റ്റിമേറ്റും സെക്കൻഡ് വൺ ഇന്റർവെൽ എസ്റ്റിമേറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അതായത് ഇപ്പം പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ വേരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ആ സിംഗിൾ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനെയാണ് പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക. ഇനി ഇന്റർവെൽ എസ്റ്റിമേറ്റ് നമ്മൾ വിശദമായിട്ട് പഠിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കുന്നു. ഒരു ഇന്റർവെൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോപ്പുലേഷൻ മീൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണ എന്ത് പാരാമീറ്റർ എന്ന് വിളിക്കാം. പാരാമീറ്റർ പോപ്പുലേഷൻ മീൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കാണാൻ യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, സാമ്പിൾ മീൻ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, സാമ്പിൾ മീൻ ഉപയോഗിച്ച് നമ്മൾ പോപ്പുലേഷൻ മീൻ എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ, ഒരു പെർട്ടിക്കുലർ വാല്യൂ കാണുന്നതിന് പകരം ഈ പോപ്പുലേഷൻ മീൻ വരുന്നത് ഈ താഴോട്ട് വന്ന ഇതിൻ്റെയും മുകളിലേക്ക് വന്ന ഇതിൻ്റെയും ഇടയ്ക്കായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എന്തായിരിക്കും, ആക്യുറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ വൃത്തിയായിട്ട് പറയാണ്, പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 50 ആണ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും പോപ്പുലേഷൻ മീൻ ലൈ ചെയ്യുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് 40ന്റെയും 60ന്റെയും ഇടക്കാണെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കുന്നതിനെയാണ്, അതായത് പോപ്പുലേഷൻ മീൻ ലൈ ചെയ്യുന്ന ഇന്റർവെൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റർ ലൈ ചെയ്യുന്ന ഇന്റർവെൽ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റർവെൽ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേഷനിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിന്റ് എസ്റ്റിമേഷനെ കുറിച്ച് ആണ്. അപ്പോൾ നോക്കിയേ, പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എനി സ്റ്റാറ്റിസ്റ്റിക് സജസ്റ്റഡ് ആസ് an estimate of an unknown parameter is called a point estimate. അതായത് അൺനോൺ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കിനെയും നമ്മൾ എന്ത് വിളിക്കും, പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ആ പാരാമീറ്ററിന്റെ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സാമ്പിൾ മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോപ്പുലേഷൻ മീൻ കാണാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ സാമ്പിൾ മീൻ എന്താണ്, പോയിന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആയിരിക്കും. സാമ്പിൾ മീൻ ഈസ് എ പോയിന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, if we suggest sample mean as a estimate of population mean, it is point estimation. സാമ്പിൾ മീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു പോയിന്റ് എസ്റ്റിമേഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക. അപ്പോൾ ഈ എസ്റ്റിമേറ്റും നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഒരു എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, ഏത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനെയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു എസ്റ്റിമേറ്റ്, ഏത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് വിളിക്കുക, എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, a sample statistic that is used to estimate the population parameter is called estimator. നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേറ്റർ. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ ഒരു എസ്റ്റിമേറ്റർ ആണ്. സാമ്പിൾ മീൻ ഉപയോഗിച്ച് നമ്മൾ പോപ്പുലേഷൻ മീൻ കാണുകയാണെങ്കിൽ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ ഒരു എസ്റ്റിമേറ്റർ ആണ്. അതുപോലെ an estimate is a specific observed value. നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, നമ്മൾ കണ്ടുപിടിക്കുന്ന അത്തരത്തിലുള്ള ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ ഞാൻ സാമ്പിൾ മീൻ കണ്ടു, അതൊരു സാമ്പിൾ വാല്യൂ ആണ്. സാമ്പിൾ മീൻ കണ്ടു, സാമ്പിൾ മീൻ എനിക്ക് 25 എന്ന് കിട്ടിയാൽ ആ 25 എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് ആണ്.
Okay, ആ 25 എന്ന് പറയുന്നത് ഒരു estimate. അതായത് an estimate is a specific observed value of a statistic. നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഒരു specific value നെയാണ് എന്ത് വിളിക്കുക? Estimate എന്ന് വിളിക്കുക. അപ്പം estimator, estimate, point estimation ഒക്കെ clear ആണെന്ന് വിചാരിക്കുന്നു. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ. ഒരു നല്ല എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല എസ്റ്റിമേറ്റർ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അൺബയസ്ഡ്നെസ്. അൺബയസ്ഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാറ്റിസ്റ്റിക്കിനെ ഞാൻ ടി എന്നാ വിളിക്കുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി is said to be unbiased. ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് സാമ്പിളിന്റെ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. മീനോ, സാമ്പിൾ മീനോ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ, സാമ്പിൾ വേരിയൻസോ, സാമ്പിൾ മീഡിയനോ, സാമ്പിൾ മോഡോ എന്തോ ആയിക്കോട്ടെ. അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കിനെ എപ്പോഴാണ് അൺബയസ്ഡ് ആണ് എന്ന് പറയാന്ന് വെച്ചാൽ, a statistic T is said to be unbiased estimator of population parameter theta. തീറ്റേനെയാണ് നമ്മളിവിടെ population parameter ആയിട്ട് എടുക്കുന്നത്. ടീനെയാണ് എന്ത് വിളിക്കുന്നത്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത്. അത് എപ്പോഴാണ് ഒരു അൺബയസ്ഡ് ആണ് എന്ന് പറയുക എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി is equal to എന്താവണം? തീറ്റ ആയിരിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് will be equal to population parameter. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്ററിന് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് അല്ലേ? അതായത് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? സാമ്പിൾ മീൻ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ മീൻ എന്ത് ചെയ്യാണ്? കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ സാമ്പിൾ മീൻ ഈസ് എ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ടി is equal to തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ടിക്ക് പകരം ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? സാമ്പിൾ മീൻ. സാമ്പിൾ മീനെയാണ് നമ്മൾ എന്ത് എക്സ് ബാർ എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ is equal to എന്തായിരിക്കും? പോപ്പുലേഷൻ മീൻ അഥവാ മ്യൂ ആയിരിക്കും. അതായത് ഈ കണ്ടീഷൻ വന്നാലാണ് നമ്മൾ എന്ത് പറയാ? സാമ്പിൾ മീൻ എന്ന് പറയുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ആരുടെ? പോപ്പുലേഷൻ മീനിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ എന്ന് പറയണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഷുഡ് ബി ഈക്വൽ ടു മ്യൂ ആയിരിക്കണം. ഇനി അവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. show that the sample mean is unbiased estimator of population mean. നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം സാമ്പിൾ മീൻ എന്ന് പറയുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീനിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യം എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ is equal to മ്യൂ ആണ് എന്നാണ് നമ്മളപ്പോൾ എന്ത് ചെയ്യണ്ടേ? പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ദ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ. പോപ്പുലേഷന്റെ മീൻ എന്താണ്? മ്യൂ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. പോപ്പുലേഷന്റെ മീൻ മ്യൂ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു മ്യൂ. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മറ്റ് ക്ലാസ് സെമ്മുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പോപ്പുലേഷന്റെ മീൻ മ്യൂ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു മ്യൂ. നമുക്ക് കാണേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാണുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സുകളുടെ സമ്മിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അതായത് x1 plus x2 plus etc xn divided by n ആണ് എന്ത്? എക്സ് ബാർ. ഞാൻ ആ 1/n നെ പുറത്തേക്ക് എടുക്കുന്നു. അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആയതുകൊണ്ട് 1/n പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി എക്സ്പെക്ടേഷൻ ഓഫ് x1 plus x2 plus etc xn അല്ലേ? which is equal to 1/n പുറത്ത് തന്നെ ഉണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് x1 plus x2 plus etc xn നെ നമുക്ക് expectation of x1 plus expectation of x2 plus expectation of x3 plus etc expectation of xn എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതായത് 1/n into expectation of x എന്ന് പറഞ്ഞാൽ മ്യൂ ആണെന്ന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. expectation of x is equal to മ്യൂ ആണ്. അപ്പൊ expectation of x1 എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, expectation of x2 എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, expectation of x3 പറഞ്ഞാൽ മ്യൂ ആണ്. അങ്ങനെ expectation of xn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/n into മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ പ്ലസ് എക്സെട്ര മ്യൂ എന്ന് പറഞ്ഞാൽ എത്ര മ്യൂകൾ ഉണ്ട്? n ടൈംസ് മ്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ പ്ലസ് എക്സെട്ര മ്യൂ എന്ന് പറയുന്നതിന് n മ്യൂ എന്ന് പറഞ്ഞ്
ചെയ്താൽ മതി. അതായത് 1/n into n mu എന്ന് ചെയ്യുമ്പോൾ n ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ, mu ഉണ്ടാവുള്ളൂ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു എന്ത് കിട്ടി, mu കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇക്വൽ ടു mu കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്, sample mean is a unbiased estimator of population mean. Sample mean എന്ന് പറയുന്നത് population mean ന്റെ ഒരു unbiased estimator ആണ് എന്നാണ്. Okay. ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ഉണ്ടായിരിക്കേണ്ട സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് കൺസിസ്റ്റൻസി. ഓക്കെ, എന്താണ് കൺസിസ്റ്റൻസി എന്ന് നോക്കാം. എപ്പോഴാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക് കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാൻ നോക്കുമ്പോൾ, എ സ്റ്റാറ്റിസ്റ്റിക് ടി, നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കിനെ ടി ആയിട്ടും അതുപോലെ പാരാമീറ്ററിനെ തീറ്റ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എ സ്റ്റാറ്റിസ്റ്റിക് ടി ബേസ്ഡ് ഓൺ സാമ്പിൾ സൈസ് n ഈസ് സെഡ് ടു ബി കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പാരാമീറ്റർ തീറ്റ. ഒരു സ്റ്റാറ്റിസ്റ്റിക് ടിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയുന്നു എന്നിന്റെ പാരാമീറ്റർ തീറ്റന്റെ. എപ്പം, if it converges in probability to theta. If it converges in probability to theta എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, തീറ്റയിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ടി എന്ന് പറയുന്നത് തീറ്റയിലേക്ക് കൺവേർജ് ചെയ്യുന്നു when n tends to infinity. n ന്റെ വാല്യൂ കൂടി വരുമ്പം ടിന്റെ വാല്യൂ എന്തിന്റെ അടുത്തേക്ക് പോകുന്ന പറയണേ, തീറ്റന്റെ അടുത്തേക്ക് പോകുന്നു. അതായത് probability of t tends to theta. Probability of t tends to theta. ടിന്റെ വാല്യൂ തീറ്റയ്ക്ക് പോകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1ന്റെ അടുത്തേക്ക് പോകും. എപ്പം, n ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. ഒന്നുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞാൽ, n ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടിന്റെ വാല്യൂ എങ്ങോട്ട് പോകും, തീറ്റയിലേക്ക് പോകും. അതായത് സാമ്പിൾ സൈസ് കൂടുമ്പം സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്തിന്റെ അടുത്തേക്ക് പോകും, പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് കണ്ടത്, ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് കണ്ടു, നമുക്ക് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ്, 100 ആണെന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്ത n എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ സാമ്പിൾ മീൻ എന്ത് കിട്ടി, 100 കിട്ടി. ഇനിയോ, ശരിക്കും അതിന്റെ മ്യൂ കിട്ടേണ്ടത് എത്രയാണ്, 105 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 105 ആണ്. അപ്പം ഈ n-ന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച്, n ഇപ്പൊ 10 ആയപ്പം എക്സ് ബാർ 100 കിട്ടി. ഇനി n 100 ആക്കിയിരിക്കും, സാമ്പിൾ സൈസ് 100 ആക്കുമ്പോൾ ചിലപ്പോൾ എക്സ് ബാർ എന്ത് ചെയ്യും, ഈ മ്യൂവിന്റെ കുറച്ചും കൂടി അടുത്തേക്ക്, അതായത് ഒരു 102 103 ഒക്കെ ആവും. ഇനി സാമ്പിൾ സൈസ് 1000 ആക്കുമ്പോൾ എക്സ് ബാർ മ്യൂവിന്റെ വളരെ അടുത്തേക്ക് പോകും. എങ്ങോട്ട്, ഒരു 104.5 എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് പോകും. അതായത് n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ t ടെൻസ് ടു എങ്ങോട്ടാവും, തീറ്റ ആവും. n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ t എങ്ങോട്ട് പോകും, തീറ്റയിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പാരാമീറ്റർ തീറ്റ. n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ t-ന്റെ വാല്യൂ തീറ്റയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ t-നെ തീറ്റയുടെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിന് വേറൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. വേറെ ഇപ്പൊ നമ്മൾ n tends to infinity t tends to theta എന്ന് പറഞ്ഞ പോലെ വേറൊരു ഡെഫിനിഷൻ ഉണ്ട്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഫോർ ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലിമിറ്റ് n tends to infinity പ്രോബിലിറ്റി ഓഫ് mod tn minus theta less than or equal to epsilon equal to 1 ആവാം. ഇനി ലിമിറ്റ് n tends to infinity അല്ലെങ്കിൽ or limit n tends to infinity probability of mod tn minus theta greater than or equal to epsilon വരാനുള്ളത് equal to 0 ആവാം. അത് tn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, tn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണ്, തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആപ്സിലോണിനേക്കാളും ചെറുതാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസുകൾ അതിനേക്കാളും ചെറുതാവാൻ, വളരെ ചെറുതാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, നമുക്കറിയാം n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ t-ന്റെ വാല്യൂ തീറ്റന്റെ വാല്യൂ അടുത്ത് വളരെ അടുത്ത് പോകുമെന്ന് പറയാം. അപ്പൊ n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ t-യും തീറ്റയും അടുത്തടുത്ത് വരുമ്പോൾ അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആപ്സിലോണിനെക്കാളും ചെറുതാവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രോബിലിറ്റി പറഞ്ഞാൽ മാക്സിമം പ്രോബിലിറ്റി 1 ആണ്,
മിനിമം പ്രോബിലിറ്റി എന്താണ് 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം പ്രോബിലിറ്റി TN-ൻ്റെയും അതായത് T-ൻ്റെയും തീറ്റേൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആപ്സിലോണിനേക്കാൾ കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് അതിൻ്റെ പ്രോബിലിറ്റി എന്താണ് 0 ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യണേ പറയണത്. ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. സാമ്പിൾ മീൻ ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് തന്നെ അതായിരുന്നു. ലാർജ് വാല്യൂസ് ഓഫ് ന്റെ വാല്യൂ കൂടുമ്പം എക്സ് ബാറിന്റെ വാല്യൂ എന്തിന്റെ അടുത്തേക്ക് പോവും, മ്യൂവിന്റെ അല്ലെങ്കിൽ സാമ്പിൾ മീനിന്റെ വാല്യൂ പോപ്പുലേഷൻ മീനിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, അടുത്ത് വരും. ഓക്കെ, ഇനി ഇത് നമ്മൾ ഒരു തിയറം ഉണ്ട്. ആ തിയറം ആണ് എന്ത് ഒരു ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടീന്റെ കാരണം ഈ തിയറാണ്. ആ തിയറത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തത് പോകാൻ പോകുന്നത്. ഇതുവരെ ക്ലിയർ ആണ്? തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. An estimator Tn is such that expectation of Tn equal to theta n tends to theta. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് Tn എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ആണ്, സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണ്. തീറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്റർ ആണെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ Tn, എസ്റ്റിമേറ്റർ ആണ് Tn. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് Tn ഈക്വൽ ടു തീറ്റ n വിച്ച് ഈസ് ടെൻസ് ടു തീറ്റ. തീറ്റ n ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, തീറ്റേൻ്റെ അടുത്തേക്കാണ് അതിൻ്റെ വാല്യൂ. പോരാത്തതിന് വേരിയൻസ് ഓഫ് Tn, ആ അതേ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എൻ്റെ വാല്യൂ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വേരിയൻസ് ഓഫ് Tn ടെൻസ് ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ, ദ എസ്റ്റിമേറ്റർ Tn is said to be consistent for theta. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റർ Tn എന്ത് പറയുന്നു, തീറ്റയ്ക്ക് കൺസിസ്റ്റന്റ് ആണ്, തീറ്റയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ ആണ് Tn എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആണ് തിയറം പറയുന്നത്. അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് നമ്മളെ ഷിബിഷീസ് ഇനീക്വാളിറ്റി വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യണത്. അപ്പോൾ ബൈ ഷിബിഷീസ് ഇനീക്വാളിറ്റി ഫോർ എനി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, നമ്മൾ ഷിബിഷീസ് ഇനീക്വാളിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഷിബിഷീസ് ഇനീക്വാളിറ്റി പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡ് Tn മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 മൈനസ് വേരിയൻസ് ഓഫ് Tn ബൈ ആപ്സിലോൺ സ്ക്വയർ. ഷിബിഷീസ് ഇനീക്വാളിറ്റി ആണ്, നമ്മൾ പഠിച്ചതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ Tn മൈനസ് തീറ്റ, മോഡ് Tn മൈനസ് തീറ്റേനെ എന്ത് ചെയ്യുന്നു, മോഡ് Tn മൈനസ് തീറ്റ പ്ലസ് തീറ്റ മൈനസ് തീറ്റ. ഓക്കെ, അപ്പം അതിൻ്റെ വാല്യൂവിൽ എന്ത് വരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ മോഡ് നമ്മൾ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെങ്ങനെ എഴുതാൻ പറ്റും, ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ മോഡ് Tn മൈനസ് തീറ്റ മൈനസ് തീറ്റ n മൈനസ് തീറ്റ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനീക്വാളിറ്റി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം അതെന്തായിരിക്കും, ആദ്യത്തേതായിരിക്കും ഇനീക്വാളിറ്റി അല്ല, നമ്മൾ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആയിരിക്കും വാല്യൂ കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മുകളിൽ എഴുതി വെച്ച ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷിബിഷീസ് ഇനീക്വാളിറ്റീനെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ, പ്രോബബിലിറ്റി ഓഫ് മോഡ് Tn മൈനസ് തീറ്റ മൈനസ് തീറ്റ n മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ. ലെസ് ദാൻ ആപ്സിലോൺ ആണെന്ന് പറയാനുള്ള കാരണം ഇവിടെ തന്നെ നോക്കിയേ, ഇവിടെ തന്നെ മോഡ് Tn മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ ആണ്. മോഡ് Tn മൈനസ് തീറ്റേനേക്കാളും Tn മൈനസ് തീറ്റേനേക്കാളും ചെറിയൊരാളാണ് ആര്, മോഡ് Tn മൈനസ് തീറ്റ മൈനസ് തീറ്റ n മൈനസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ ഇനീക്വാളിറ്റിയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ലെസ് ദാൻ ആപ്സിലോണിന് എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും വരുന്നില്ല. കാരണം മോഡ് Tn മൈനസ് തീറ്റ തന്നെ ആപ്സിലോണിനേക്കാളും ചെറുതാണ്. അപ്പോൾ അതിനേക്കാൾ ചെറിയൊരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും, ആപ്സിലോണിനേക്കാളും ചെറുതാണ്. അപ്പോൾ അവിടെ ഇനീക്വാളിറ്റി അവിടെ എന്താണ്, ലെസ് ദാൻ തന്നെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. റൈറ്റ് സൈഡിൽ ഒരു മാറ്റവും ഇല്ല. ആ ഷിബിഷീസ് ഇനീക്വാളിറ്റി അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എഴുതുന്നു. പ്രോബബിലിറ്റി ഓഫ് മോഡ് Tn മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ പ്ലസ് മോഡ് തീറ്റ n മൈനസ് തീറ്റ. അതായത് മൈനസ് തീറ്റ n മൈനസ് തീറ്റ എന്നുള്ളത് ആപ്സിലോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, പ്ലസ് മോഡ് തീറ്റ n മൈനസ് തീറ്റ എന്നാവും. ഈ ഇനീക്വാളിറ്റീൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് തിയറത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്
സിൻസ് തീറ്റ n ടെൻസ് ടു തീറ്റ, തീറ്റാൻ്റെ വാല്യൂ തീറ്റയിലേക്ക് ടെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മോഡ് തീറ്റ n മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറിയൊരു വാല്യൂ ആയിരിക്കും, വിച്ച് വിൽ ബി ലെസ് ദാൻ ആപ്സിലോൺ 1. ആപ്സിലോൺ 1 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ എന്നേ അർത്ഥമുള്ളൂ അല്ലേ. തീറ്റ n ടെൻസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ n വാല്യൂ തീറ്റേൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള വ്യത്യാസം വളരെ 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 ചെറുതാണെന്നാണ്. ഇനി വേരിയൻസ് ഓഫ് ടി എൻ ടെൻസ് ടു തീറ്റ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വേരിയൻസ് ഓഫ് ടി എൻ എന്താണ്, സീറോയിലേക്ക് പോവുകയാണെന്ന് നമുക്ക് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് ടി എൻ ബൈ ആപ്സിലോൺ സ്ക്വയർ എന്ന് പറയുന്നത്, വേരിയൻസ് ഓഫ് ടി എൻ്റെ വാല്യൂ സീറോൻ്റെ അടുത്തേക്ക് പോവുക, ആപ്സിലോൺ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, ഡെൽറ്റേനേക്കാളും ഒരു ചെറിയ ഒരു വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ വേരിയൻസ് ഓഫ് ടി എൻ മൈനസ് ആപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ആപ്സിലോണും ആപ്സിലോൺ 1ഉം ഡെൽറ്റയും ഒക്കെ എന്താണ്, ആർബിട്രറി സ്മോൾ നമ്പേഴ്സ്. ഇതൊക്കെ ചെറിയ ചെറിയ വളരെ വളരെ ചെറിയ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മുകളിലുള്ള ഇനീക്വാളിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മുകളിലുള്ള ഇനീക്വാളിറ്റീനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആപ്സിലോണും ഡെൽറ്റ ഒക്കെ ആർബിട്രറി സ്മോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മുകളിലുള്ള ഈ ഇവിടെ വരെ എഴുതിയ ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ആപ്സിലോണും ആപ്സിലോൺ 1ഉം ഡെൽറ്റയും എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പ്രോബിലിറ്റി ഓഫ് മോഡ് ടി എൻ മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ 1, കാരണം മോഡ് തീറ്റ എൻ മൈനസ് തീറ്റ എന്ന് നമ്മൾ ആപ്സിലോൺ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേരിയൻസ് ഓഫ് ടി എൻ ബൈ ആപ്സിലോൺ സ്ക്വയർ നമ്മൾ ഡെൽറ്റ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ 1 എന്നാണ് എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ 1 മൈനസ് ഡെൽറ്റ 1 എന്ന് കാട്ടി. അപ്പോൾ നോക്കിയേ ഈ സംഗതി എന്താ പറയുന്നത്, ഇതിൽ നോക്കിയേ ഇതിലെന്താ സംഭവിക്കുന്നത് നോക്കിയേ, പ്രോബിലിറ്റി ഓഫ് മോഡ് ടി എൻ മൈനസ് തീറ്റ, പ്രോബിലിറ്റി ഓഫ് മോഡ് ടി എൻ മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ 1 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ തന്നെയാണ്. ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നമ്പറാണ്, ആപ്സിലോൺ 1 എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ നമ്പറാണ്. രണ്ടും കൂടി ആഡ് ചെയ്താലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, വളരെ ചെറിയ നമ്പർ തന്നെയാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 മൈനസ് ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ ഡെൽറ്റ 1 ഒരു സ്മോൾ പോസിറ്റീവ് വളരെ ചെറിയ ആർബിട്രറി നമ്പർ ആണ്. അപ്പോൾ 1 മൈനസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1നേക്കാളും കുറച്ച് വളരെ ചെറുതായിട്ട് 1നേക്കാളും ചെറുതായിട്ടുള്ള പക്ഷെ 1ൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന എന്താണ്, ഒരു നമ്പറാണ്. നമ്മൾ എന്തിൻ്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു, എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ പ്രോബിലിറ്റി ഓഫ് മോഡ് ടി എൻ മൈനസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സിലോൺ ഈക്വൽ ടു 1 ആണ് എന്ന് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ ഇതേ കണ്ടീഷൻ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെയും വരുന്നത്. എന്താ വ്യത്യാസം ഉള്ളത്, ഒരു വ്യത്യാസവും ഇല്ല. എന്തുതന്നെയാണ്, പ്രോബിലിറ്റി ഓഫ് രണ്ട് തരത്തിലും പ്രോബിലിറ്റി ഓഫ് മോഡ് ടി എൻ മൈനസ് തീറ്റ, അവിടെ മോഡ് ടി എൻ മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ. ലെസ് ദാൻ ആപ്സിലോൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ 1 എന്ന് പറഞ്ഞു, അതെന്താണ് രണ്ടും കൂടി ചേർന്ന ചെറിയൊരു പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. അതുകൊണ്ട് അതിന് കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെയാണ് ഇതും വരുന്നത്. ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ 1ഉം ആപ്സിലോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 വരണം അല്ലേ. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 മൈനസ് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാലും നോക്കിയേ 1നോട് വളരെ 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 അടുത്ത് കിടക്കുന്ന എന്ത് തന്നെയാണ്, ഒരു നമ്പർ തന്നെയാണ് എന്ന് കിട്ടിയില്ലേ. അപ്പോൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം ടി എൻ എന്ന് പറയുന്നത് ഈസ് എൻ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ടി എൻ എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു കൺസിസ്റ്റന്റ് എന്താണ്, കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. നോക്കാം ഒരു എക്സാമ്പിൾ പ്രോബ്ലം. എക്സാമ്പിൾ പറയുന്നത് ലെറ്റ് എക്സ് ടെൻസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മ്യൂ സിഗ്മ സ്ക്വയർ. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, വിത്ത് മീൻ മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എക്സ് ബാർ ഈസ് എ കോൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് ടെൻസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീൻ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ ആണ്, വേരിയൻസ് അഥവാ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണ്. അത് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നിന്നുണ്ട്, എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എക്സ് ബാർ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, നമുക്ക് തന്നതെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസി പ്രൂവ് ചെയ്യാനുള്ള രണ്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ
expectation of x bar equal to mu ആവണം. അതായത് x bar consistent of mu ആണ്, x bar is a consistent estimator of mu എന്ന് പറയണമെങ്കിൽ expectation of x bar equal to mu ആണെന്നും പ്രൂവ് ചെയ്യണം. variance of x bar tends to 0 as n tends to infinity ആണെന്നും പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻ. ഇത് രണ്ടും പ്രൂവ് ചെയ്താലാണ് എന്ത് x bar എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് mu ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ ഫസ്റ്റ് പറഞ്ഞ കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും ഒന്നും കൂടി ഇവിടെ ചെയ്തായിട്ട് കാണിക്കുകയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാറിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x1 plus x2 plus etc. xn നെ n കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അതാണ് ഞാൻ 1/n summation xi എന്ന് എഴുതിയത്. 1/n നെ പുറത്തേക്ക് എടുക്കുന്നു. 1/n summation expectation of xi 1/n into n mu. അതായത് expectation of xi എന്ന് പറയുമ്പോൾ expectation of x1 plus expectation of x2 plus expectation of x3 plus etc. expectation of xn വരും. അതായത് expectation of x1 എന്ന് പറയുമ്പോൾ mu ആണ്, expectation of x2 എന്ന് പറയുന്നത് mu ആണ്, expectation of x3 എന്ന് പറയുന്നത് mu ആണ്. അങ്ങനെ എത്ര muകൾ ഉണ്ടാവും? n muകൾ ഉണ്ടാവും. അപ്പോൾ n mu n n ക്യാൻസൽ ചെയ്താൽ mu. ഇത് നേരത്തെ നമ്മൾ എന്ത് ചെയ്തതാണ്? എക്സ്പ്രസ് ചെയ്തതാണ്. expectation of x bar equal to mu ആയിട്ട് നമ്മൾ തൊട്ട് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്. അതന്നെ ഇവിടെ ഒന്നും കൂടി ചെയ്തെന്നേ ഉള്ളൂ, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇനി വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു കാണാൻ, വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1/n സമ്മേഷൻ എക്സ് ഐ ആണ്. 1/n സമ്മേഷൻ എക്സ് ഐ ആണ്. അതായത് x1 plus x2 plus etc. xn ഡിവൈഡഡ് ബൈ n ആണ് എന്ത് എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുപോലെ വേരിയൻസ് ഓഫ് 1/n സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയറിന് പകരം ഇവിടെ 1/a-ക്ക് പകരം 1/n ആണ്. അപ്പോൾ 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ എന്ന് കിട്ടും. അതായത് 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ അല്ലേ, വേരിയൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ ഞാൻ സമ്മേഷൻ വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 1/n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ഐൻ്റെ സമ്മേഷൻ അല്ലേ, അതായത് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3 പ്ലസ് എക്സെട്ര വേരിയൻസ് ഓഫ് xn. വേരിയൻസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്, വേരിയൻസ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്, വേരിയൻസ് ഓഫ് x3 പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ. അങ്ങനെ എത്ര സിഗ്മ സ്ക്വയർ ഉണ്ടാവും? n സിഗ്മ സ്ക്വയറുകൾ ഉണ്ടാവും. അതിലും കൂടി ആഡ് ചെയ്താൽ അപ്പോൾ n സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. n n സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ സിഗ്മ സ്ക്വയർ ബൈ n എന്ന് കിട്ടും. നോക്കിയേ, വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സിഗ്മ സ്ക്വയർ ബൈ n എന്ന് കിട്ടി. വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ n എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, n വലിയ വാല്യൂ ആയി വരുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ n എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? 0-ന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? വരും. സിഗ്മ സ്ക്വയർ ഏതും ആയിക്കോട്ടെ, n ഡിനോമിനേറ്റർ വലുതായി പോകുമ്പോൾ ആ വാല്യൂ ഓൾ വാല്യൂ എന്തിൻ്റെ അടുത്തേക്ക് പോകും? 0-ന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അവിടെ എന്ത് കിട്ടി? വേരിയൻസ് ഓഫ് എക്സ് ബാർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ബാറിന്റെ വേരിയൻസ് 0-ന്റെ അടുത്തേക്ക് പോകുന്നു എപ്പം? n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിന്റെ രണ്ട് സഫിഷ്യന്റ് കണ്ടീഷനും കിട്ടി. അതുകൊണ്ട് തന്നെ സഫിഷ്യന്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ഹെൻസ് എക്സ് ഈസ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് mu. എക്സ് എന്ന് പറയുന്നത് മ്യൂവിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ മൂന്നാമത്തെ എന്താണ് പ്രോപ്പർട്ടിയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, എഫിഷ്യൻസി. അപ്പോൾ എന്താണ് എഫിഷ്യൻസി നോക്കുക. അതായത് ഇപ്പോൾ T1 എന്ന് പറയുന്ന ഒരു എസ്റ്റിമേറ്റർ ഉണ്ട്. അതായത് T1 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഉണ്ട്, T2 എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കും ഉണ്ട്. T1 എന്ന് പറയുന്ന T2 എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കുകളും കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് പാരാമീറ്റർ തീറ്റ. തീറ്റേൻ്റെ രണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആണ് ആരൊക്കെ? T1 ആയിക്കോട്ടെ T2 ആയിക്കോട്ടെ. അതായത് തീറ്റ കണ്ടുപിടിക്കാൻ കൺസിസ്റ്റന്റ് ആണ് ആര്? T1-ഉം T2 എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ വേരിയൻസ് ഓഫ് T1 ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. T1-ന്റെ വേരിയൻസ് ആണ് കുറവ്, T2-ന്റെ വേരിയൻസ് കൂടുതലാണെങ്കിൽ, അതായത് വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? T1 ഈസ് മോർ എഫിഷ്യൻറ്റ്. T1 ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ T2. അതായത് ഇത്രയുള്ള കാര്യം, ഒന്നിലധികം കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ എഫിഷ്യന്റ് ആര് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? an estimator with lesser variability, വേരിയൻസ് കുറവുള്ള എസ്റ്റിമേറ്റർ ആരാണോ അയാളാണ് കൂടുതൽ എന്ത് എഫിഷ്യന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആർക്കാണോ വേരിയൻസ് കുറവുള്ളത്, ഏത് എസ്റ്റിമേറ്റർക്കാണോ വേരിയൻസ് കുറവുള്ളത് അയാളായിരിക്കും കൂടുതൽ എന്താവുക? എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ
നമുക്ക് പോപ്പുലേഷൻ മീൻ അഥവാ മ്യൂ കണ്ടുപിടിക്കാൻ രണ്ട് എസ്റ്റിമേറ്ററുകൾ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ബാർ ഒരു എസ്റ്റിമേറ്റർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മീഡിയൻ എന്ന് പറയുന്നത് സാമ്പിൾ മീഡിയൻ എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ ഇതൊരു എസ്റ്റിമേറ്റർ, ഇത് വേറൊരു എസ്റ്റിമേറ്റർ. ഇത് രണ്ടും എന്തിന് കൺസിസ്റ്റന്റ് ആണ്? ശരിക്കും പറഞ്ഞാൽ മ്യൂ കണ്ടുപിടിക്കാൻ കൺസിസ്റ്റന്റ് ആണ്. എക്സ് ബാർ ആൻഡ് മീഡിയൻ ആർ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് പോപ്പുലേഷൻ മീൻ മ്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണ് എഫിഷ്യന്റ് എന്ന് ചോദിച്ചാൽ വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണോ വേരിയൻസ് ഓഫ് മീഡിയൻ ആണോ കുറവ് നോക്കും. ഇവിടെ കുറവ് ഉണ്ടായിരിക്കുക വേരിയൻസ് ഓഫ് എക്സ് ബാർ ആയിരിക്കും എന്നുണ്ടാവുക, കുറവ് ഉണ്ടായിരിക്കുക. അപ്പം വേരിയൻസ് ഓഫ് എക്സ് ബാർ കുറവായതുകൊണ്ട് എക്സ് ബാർ ആയിരിക്കും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പം അതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. സാമ്പിൾ മീൻ അഥവാ എക്സ് ബാർ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീഡിയനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് ആരാ ഉണ്ടാവുക? സാമ്പിൾ മീൻ ഉണ്ടാവുക. കാരണം സാമ്പിൾ മീനിന്റെ വേരിയൻസ് എന്തായിരിക്കും? സാമ്പിൾ മീഡിയന്റെ വേരിയൻസിനേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിന് കാരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് സഫിഷ്യൻസി. എഫിഷ്യൻസി കഴിഞ്ഞാൽ പിന്നെ സഫിഷ്യൻസി. എപ്പോഴാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് സഫിഷ്യന്റ് ആണ് എന്ന് പറയാ? A statistic T is said to be sufficient estimator of parameter theta if it contains all the information in the sample regarding the parameter. ഒരു പാരാമീറ്ററെ സംബന്ധിച്ച് എല്ലാ ഇൻഫർമേഷനും ആ സ്റ്റാറ്റിസ്റ്റിക് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഫിഷ്യന്റ് പാരാമീറ്റർ എന്നാണ്. സഫിഷ്യന്റ് പാരാമീറ്റർ അല്ലെങ്കിൽ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കാം. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക് അതിന്റെ പാരാമീറ്റർ വാല്യൂവിന് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് വിളിക്കാം. അപ്പോൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. ആരുടെ? പോപ്പുലേഷൻ മീനിന്റെ. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ മീനിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. ഈ സഫിഷ്യൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുന്നത് നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറത്തിലൂടെയാണ്. ഈ ഫാക്ടറൈസേഷൻ തിയറത്തിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ തിയറത്തിൽ നമ്മുടെ സിലബസിൽ പ്രൂഫ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് തിയറം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എ സ്റ്റാറ്റിസ്റ്റിക് ടി ഈസ് സഫിഷ്യന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യന്റ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ തിയറം ഉപയോഗിച്ചിട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? അത് ചെക്ക് ചെയ്യുക. ഒരു സ്റ്റാറ്റിസ്റ്റിക് തന്നാൽ അത് സഫിഷ്യന്റ് ആണോ എന്ന് നോക്കുന്നത് ഈ തിയറം ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, അതിനാണ് പറയുന്നു എ സ്റ്റാറ്റിസ്റ്റിക് ടി ഈസ് സഫിഷ്യന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് the joint probability function, ആ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ആ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതായത് എൽ ഓഫ് x1 x2 x3 etc xn തീറ്റ എന്ന് പറയുന്നതിനെ എൽ ഓഫ് ടി തീറ്റ അതുപോലെ L1 ഓഫ് ടി തീറ്റ ഇൻറ്റു L2 ഓഫ് x1 x2 x3 etc x എന്ന് എഴുതാണ്. അതായത് രണ്ട് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്തിലാണ്? സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റേതൊന്നും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അതിൽ ടി എന്ന് പറയുന്ന വാല്യൂ അതിൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അപ്പോൾ ടി തീറ്റ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഉണ്ടാവുക. രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അതിനെന്ത് വിളിക്കുക? സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് വിളിക്കാം. അതിനൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ആ എക്സാമ്പിളിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് ഇവിടെ എന്ത് പറഞ്ഞു? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. എന്താ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നുള്ളത് പറഞ്ഞുതരാം. എ ഫംഗ്ഷൻ ഇൻ ദ ഫോം, ഈ ഫോമിലുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അതായത് എൽ ഓഫ് x1 x2 x3 etc xn തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൊഡക്റ്റ്, ഇത് പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഐ തീറ്റ, അതായത് എഫ് ഓഫ് എക്സ് ഐ തീറ്റയുടെ എന്തായിട്ട് പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x3 തീറ്റ എക്സെട്ര എഫ് ഓഫ് xn തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനെയാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനെ
ഈ രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കുക? സഫിഷ്യന്റ് ആണ് എന്ന് വിളിക്കാം. അപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഇതിലുള്ളത്. സപ്പോസ് x follows Bernoulli's distribution. Bernoulli distribution follow ചെയ്യുന്നു with 1 and p. State that summation xi is sufficient for p for n trials. Summation xi എന്ന് പറയുന്നത്, summation xi എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടുന്ന് കിട്ടും? അതിന്റെ സാമ്പിൾ നിന്ന് എടുക്കുന്നതാണ് അല്ലേ? summation x1 plus summation x2 plus etc. summation xn ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? summation xi. അത് സാമ്പിൾ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ആ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്തിന് സഫിഷ്യന്റ് ആണ്? p എന്ന് പറയുന്ന പോപ്പുലേഷൻ പാരാമീറ്ററിന് സഫിഷ്യന്റ്. p എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താ? പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷനിലെ പ്രോബിലിറ്റി ഓഫ് സക്സസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? p എന്ന് വിളിക്കുക. അപ്പോൾ ആ പോപ്പുലേഷൻ പാരാമീറ്ററിന് സഫിഷ്യന്റ് ആണ് ആര്? സമ്മേഷൻ xi എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. xi follows Bernoulli's distribution with 1 and p. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് എഴുതുന്നു. ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. p of x q raised to n minus x എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. p of x q raised to n minus x. അതായത് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ടാവും. b n, p അല്ലേ? ഇനി p of x equal to p raised to x q raised to n minus x. അതിന് മുന്നേ ncx ഉണ്ട്. ncx p raised to x q raised to n minus x എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ n ന് പകരം വന്ന എന്താ? 1 ആണ് എന്നേ ഉള്ളൂ. ഇവിടെ n ന് പകരം 1 വന്നാൽ ഈ ncx പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. 1cx എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് p raised to x q raised to n minus. q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 minus p നെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? q എന്ന് വിളിച്ചിരുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്? പഠിച്ചതാണ്. അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? p of x q raised to n minus x ന് പകരം p of xi q എന്ന് പറഞ്ഞാൽ 1 minus p ആണ്, raised to 1 minus xi അല്ലേ? ഇനി നോക്കിയേ, L of x1 x2 x3 etc. xn theta എന്ന് പറയുമ്പോൾ അത് എന്താണ്? നമ്മൾ മുകളിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? പ്രൊഡക്റ്റ് ഫ്രം 1 to n p raised to xi 1 minus p raised to 1 minus xi. ഓക്കെ, അപ്പം p raised to xi ൻ്റെയും 1 minus p raised to 1 minus xi ൻ്റെയും പ്രൊഡക്റ്റുകളാണ് 1 to n. ഐൻ്റെ വാല്യൂ 1 മുതൽ n വരെ വരുമ്പോഴുള്ള പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഐൻ്റെ വാല്യൂ 1 വരുമ്പോൾ എന്താ വരിക? p raised to xi into 1 minus p raised to 1 minus xi into ഐൻ്റെ വാല്യൂ 2 വന്നാലോ? p raised to x2 1 minus p raised to 1 minus x2. ഇനി ഐൻ്റെ വാല്യൂ 3 വന്നിട്ടുണ്ടെങ്കിൽ p raised to x3 1 minus p raised to 1 minus x3 എന്ന് ഉണ്ടാവുക. അങ്ങനെ ഏത് വരെ പോവും? n വരെ പോവും. അപ്പോൾ ഐൻ്റെ വാല്യൂ n വരുമ്പോൾ p raised to xn 1 minus p raised to 1 minus xn എന്ന് വന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ഞാൻ ഈ L ആയിട്ട് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുകയാണ്. എങ്ങനെ? p raised to xi into p raised to x1 into p raised to x2 into p raised to x3 into etc. p raised to xn എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? p raised to x1 plus x2 plus x3 plus etc. xn അല്ലേ? അതിന് നമുക്ക് എന്ത് എഴുതാം? p raised to summation I is equal to 1 to n xi എന്ന് എഴുതാം. അതുപോലെ 1 minus p raised to 1 minus x1 into 1 minus p raised to 1 minus x2 into 1 minus p raised to n minus xn എന്നൊക്കെ പറയുമ്പം അതെന്താ ശരിക്കും? അതെല്ലാം കൂടി 1 minus p raised to ഈ 1 minus x1 plus 1 minus x2 plus 1 minus x3 plus etc. 1 minus xn എന്നല്ല ഉണ്ടാവുക അങ്ങനത്തെ. അപ്പോൾ എത്ര വണ്ണുകൾ ഉണ്ടാവും? n വണ്ണുകൾ ഉണ്ടാവും. അതായത് 1 minus p raised to n times of 1 ഉണ്ട്, മൈനസ് x1 x2 x3 etc. xn എന്ന് പറഞ്ഞാൽ xn വരെ ഉണ്ടാവും. അതായത് സമ്മേഷൻ n is equal to I is equal to 1 to n summation xi എന്ന് അതിന് എഴുതാൻ പറ്റും. ഇവിടെ ഒരു ഇൻറ്റു 1 എന്ന് ഇട്ടാൽ അതിൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നും വരുന്നില്ല. അതായത് നമുക്ക് L is equal to L1 into L2 എന്ന് എഴുതാം. അതായത് L1 ആയിട്ട് ഈ ഫസ്റ്റ് കാണുന്ന ഈ ഫംഗ്ഷന് മൊത്തത്തിൽ L1 ആയിട്ടും ഈ 1ന് എന്തായിട്ടും കൊടുക്കുക? L2 ആയിട്ടും കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ് എന്ത്? L is equal to L1 into L2. അതായത് L1 എന്ന് പറഞ്ഞാൽ p raised to summation xi into 1 minus p raised to n minus summation xi L2 ആയിട്ട് എന്തും കൊടുക്കുന്നു? 1 ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എഴുതാൻ പറ്റുന്നു അല്ലേ? L1ൻ്റെയും L2ൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നു.
ഇങ്ങനെ എന്ത് നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം പ്രകാരം അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ് ആ സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് സഫിഷ്യന്റ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, സമ്മേഷൻ xi ആണ്. അപ്പൊ സമ്മേഷൻ xi is sufficient estimator of p. സമ്മേഷൻ xi എന്ന് പറയുന്നത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് ആരുടെ, p യുടെ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ട്ടോ.